ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഒരിടക്കാലം വരെയും ഇതായിരുന്നില്ലടാ നിങ്ങളുടെ അവസ്ഥ. 7 മണി വരെ അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ 7 മണിക്ക് ശേഷവും അടിപൊളിയായിട്ട് സുഖമായിട്ട് സ്വപ്നം കൊണ്ടുള്ള ആ ഒരു ഉറക്കം അല്ലേ? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് സ്വപ്നം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം, സ്വപ്നം മാത്രം കാണാം. എന്നാൽ ആ സ്വപ്നത്തിലേക്ക് ചുവട് വെക്കണമെങ്കിൽ എണീറ്റ് ആ സ്വപ്നത്തിന്റെ പിന്നാലെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിനക്ക് നേടാൻ കഴിയില്ലേ? കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കാണുന്ന ഈ മാറ്റം. കൃത്യം 5 മണിക്ക് സൂപ്പർ നോട്ട്സിൻ്റെ 5 AM കാണുന്ന ഈ ഒരു മാറ്റം. ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതുവഴി നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോഷണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. എന്താണ് പോഷണം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. നമ്മുടെ 6ാം ക്ലാസ്സിനകത്തും അതുപോലെ 7ാം ക്ലാസ്സിനകത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 5 മുതൽ 10 ചില പ്രത്യേക സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ പോണത്. നോക്കടാ, എന്താണ് മക്കളെ പോഷണം എന്ന് പറയുന്നത്? എന്താണ് പോഷണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രേ പറയുള്ളൂ. ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്. ഭക്ഷണത്തിലൂടെ നമുക്ക് ആവശ്യത്തിന് കിട്ടേണ്ട ചില രാസവസ്തുക്കളുണ്ട്. ആ രാസവസ്തുക്കളെ ഞാൻ വിളിക്കുന്ന പേരാണ് പോഷകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ആ രാസവസ്തുക്കളെ നമ്മൾ പോഷണങ്ങൾ എന്ന് വിളിച്ചു. പോഷണം അല്ലെങ്കിൽ പോഷകത്തെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് മാക്രോ, രണ്ടാമത്തേത് മൈക്രോ. എന്താണ്? മാക്രോയുണ്ട്, മൈക്രോയുണ്ട്. മാക്രിയല്ല, മാക്രോയുണ്ട്, മൈക്രോയുണ്ട്. അപ്പൊ ഒന്ന് മാക്രോ ന്യൂട്രിയന്റ്, രണ്ടാമത്തത് മൈക്രോ ന്യൂട്രിയന്റ്. മാക്രോയുടെ മലയാളം സ്ഥൂലം, മൈക്രോയുടെ മലയാളം സൂക്ഷ്മം. മൈക്രോസ്കോപ്പ് എന്ന് കേട്ടിട്ടില്ലേ മക്കളെ? സൂക്ഷ്മദർശിനി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് മാക്രോയും മൈക്രോയും. ശ്രദ്ധിച്ചു കേട്ടോ, ഞാനൊരു ചാർട്ട് വരച്ചിട്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു നോക്കിക്കോടാ. ഒന്നാമത്തേത് മാക്രോ, രണ്ടാമത്തേത് മൈക്രോ. ശ്രദ്ധിച്ചേ, എന്താണ് മാക്രോ എന്ന് നമ്മൾ പഠിക്കണില്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? മൈക്രോ. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ചാൽ മതി, അതാണ് മാക്രോ. എന്താണ് മാക്രോ? വളരെ കൂടുതൽ ആവശ്യമുള്ള പോഷണത്തെ വിളിക്കുന്ന പേരാണ് മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. അതായത് മാക്രോ ആണെങ്കിൽ നമ്മളെ പോയിന്റ് ഇതാണ്, വളരെ കൂടുതൽ ആവശ്യം. അപ്പോ മാക്രോയുടെ പ്രത്യേകത എന്താണ്? വളരെ കൂടുതൽ ആവശ്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മാക്രോയിൽ നിന്നും നമുക്ക് ഊർജം ലഭിക്കും. മാക്രോയിൽ നിന്നും എന്ത് ലഭിക്കും? ഊർജം ലഭിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാക്രോ ദഹനത്തിന് വിധേയമാകും. മാക്രോ ദഹനത്തിന് വിധേയമാകും. അപ്പോ മാക്രോയുടെ പോയിന്റ് ശ്രദ്ധിച്ചോടാ. ഒന്ന്, വളരെ കൂടുതൽ ആവശ്യമുള്ളതാണ് മാക്രോ. രണ്ടാമത്തേത് ഊർജം ലഭിക്കുന്നതാണ് മാക്രോയിൽ നിന്നും. മൂന്നാമത്തേത് ദഹനത്തിന് വിധേയമാകുന്നതാണ് മാക്രോ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മൈക്രോയുടെ പോയിന്റ് എന്തൊക്കെ? സിമ്പിളാണ്. വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ളതാണ് മൈക്രോ. മൈക്രോയിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കില്ല. മൂന്നാമത്തേത് ദഹനത്തിന് വിധേയമാകാത്ത പോഷണമാണ് മൈക്രോ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മൈക്രോയുടെ എക്സാമ്പിൾ എന്തൊക്കെ? മൈക്രോയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒന്ന് വിറ്റാമിൻ, രണ്ടാമത്തേത് മിനറൽസ്. ആരൊക്കെ? ഒന്ന് വിറ്റാമിനും രണ്ടാമത്തേത് മിനറൽസും. അങ്ങനെയെങ്കിൽ മാക്രോയുടെ എക്സാമ്പിൾ എന്തൊക്കെ മക്കളെ? മാക്രോയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തേത് കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തവന്റെ പേര് പ്രോട്ടീൻ, മൂന്നാമത്തവന്റെ പേര് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഓർത്ത് വെച്ചിരിക്കണേ, മാക്രോയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഒന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, രണ്ടാമത്തത് പ്രോട്ടീൻ ഉണ്ട്, മൂന്നാമത്തവൻ കൊഴുപ്പുണ്ട്. അങ്ങനെയെങ്കിൽ മൈക്രോയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഒന്നാമത്തത് വിറ്റാമിൻ ഉണ്ട്, രണ്ടാമത്തത് മിനറൽസ് ഉണ്ട്. അപ്പൊ വിറ്റാമിനും മിനറൽസും മൈക്രോയുടെ എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ, വിറ്റാമിനിൽ നിന്നും ശരീരത്തിന് ഊർജം ലഭിക്കില്ല, വിറ്റാമിൻ ദഹനത്തിന് വിധേയമാകില്ല, വിറ്റാമിൻ വളരെ കുറച്ചു മാത്രം ശരീരത്തിന് ആവശ്യമുള്ളൂ. അതല്ലേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ചോദ്യങ്ങൾ വരാം. ദഹനത്തിന് വിധേയമാകാത്ത പോഷണം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, മിനറൽസ് ആയിരുന്നു ഓപ്ഷൻ. അവിടുത്തെ ഉത്തരം എന്താ? മിനറൽസ് ആണ്. ക്ലിയർ ആണോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു സംശയമുണ്ട്, ദഹനത്തിന് വിധേയമാകാത്തത് വിറ്റാമിനും മിനറൽസും എങ്ങനെ വരും? എന്താണ് ദഹനം എന്നറിഞ്ഞാൽ ഇതിന് നിങ്ങൾ ഒരിക്കലും
ഈ സംശയം വരൂല. എന്താണ് ദഹനം? അതാദ്യം പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ദഹന വ്യവസ്ഥയെ കുറിച്ചല്ല പറഞ്ഞത്, ദഹനം എന്ന് പറയുന്ന ഒരൊറ്റ കൺസെപ്റ്റിനെ കുറിച്ചാ പറഞ്ഞത്. എന്താണ് മക്കളെ ദഹനം എന്ന് പറയുന്നത്? ഒരു കഥ പറയട്ടെ. നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ, അപ്പൊ നമ്മൾ കടയിൽ ഇറച്ചു, അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നമ്മൾ കടയിൽ ഇറച്ചി വാങ്ങിക്കാൻ പോയി, ബീഫ് വാങ്ങിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വലുതായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ കടക്കാരൻ്റെ പറയാണ്, ചേട്ടാ എനിക്കൊരു 2 കിലോ ബീഫ് തരാമോ? അപ്പൊ കടക്കാരൻ ഒരിക്കലും ഈ ഒരു വലിയ കഷ്ണം എടുത്ത് തരൂല. അവൻ അതിനെ എടുത്ത് പിന്നെ തടിയിൽ വെച്ച് വെട്ടി 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 ചെറുതാക്കി തരും. ഇതിനെ നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അമ്മ എന്ത് ചെയ്യും? അതിനെ പിന്നെയും വെട്ടി 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 ചെറുതാക്കി തരും, അല്ലെ? ചില വലിയ കഷ്ണങ്ങളൊക്കെ വെട്ടി 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 ചെറുതാക്കും. അപ്പോ വെട്ടി 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 വലുതിനെ ചെറുതാക്കും, വലുതിനെ ചെറുതാക്കും. വലുതിനെ ചെറുതാക്കുന്നതിന് പറയുന്ന പേരാണ് ദഹനം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ സാധനം. വലുതിനെ ചെറുതാക്കുന്നതിന് പറയുന്ന പേരാണ് ദഹനം. സങ്കീർണ ഘടനയുള്ള ഭക്ഷണത്തെ ലഘുഘടനയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദഹനം. കാർബോഹൈഡ്രേറ്റ് എന്ന വലിയ ഘടനയെ ചെറുതാക്കി മാറ്റും, പ്രോട്ടീൻ എന്ന വലിയ ഘടനയെ ചെറുതാക്കി മാറ്റും, കൊഴുപ്പെന്ന വലിയ ഘടനയെ ചെറുതാക്കി മാറ്റും. എന്നാൽ വിറ്റാമിൻ നീ കഴിച്ചത് അതുപോലെ തന്നെ നിന്റെ ശരീരം എടുക്കും. മിനറൽസ് നീ കഴിച്ച അതുപോലെ തന്നെ നിന്റെ ശരീരം എടുക്കും. മിനറൽസിനെ പിന്നെയും വെട്ടിച്ചെറുതാക്കൂല. വിറ്റാമിൻ എയെ വെട്ടിച്ചെറുതാക്കി എയെ വെട്ടിച്ചെറുതാക്കൂല, ബിയെ വെട്ടിച്ചെറുതാക്കൂല. മിനറൽസ് ഇരുമ്പിനെ ഒന്നും വെട്ടിച്ചെറുതാക്കേണ്ട ആവശ്യമില്ല. അത് ചെറിയ രൂപം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അപ്പൊ എന്താണ് ദഹനം എന്ന് പിടികിട്ടിയ? ആഗിരണം വേറെയാ, ദഹനം വേറെ, ആഗിരണം വേറെ. വെട്ടി 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 ചെറുതാക്കുന്നതിന്റെ പേരാണ് ദഹനം. ഇതാണ് ദഹനത്തിന്റെ കൺക്ലൂഷൻ. ഇതാണ് സങ്കീർണ ഘടനയുള്ള ഭക്ഷണത്തെ ലഘുഘടനയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദഹനം. ദഹനത്തിന് വിധേയമാകുന്ന പോഷകങ്ങളാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും എന്ന് പറയുന്നത്. ഈ 3 പേരിൽ നിന്നും ശരീരത്തിന് ഊർജം ലഭിക്കും. വളരെ കൂടുതൽ ഈ 3 പേരും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കാറില്ലേ മക്കളെ? ഉപ്പ് ഉപയോഗിക്കുമ്പോൾ വാരി തട്ടുകൂടാവാ അതിനകത്ത്? ഇല്ലല്ല, വളരെ കുറച്ചല്ലേ ഇടുള്ളൂ. അപ്പം ഭക്ഷണത്തിൽ വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ളതാണ് ഉപ്പ് എന്നതുപോലെയാണ് നിന്റെ ശരീരത്തിന് വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ളതാണ് മൈക്രോ ന്യൂട്രിയന്റിന്റെ എക്സാമ്പിളായ വിറ്റാമിനും മിനറൽസും. ഒരുപാടൊന്നും വേണ്ട. എന്നാൽ ഉപ്പ് ഭക്ഷണത്തിൽ ഇട്ടില്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഇല്ലല്ലോ. അതുപോലെയാണ് വിറ്റാമിൻ വളരെ കുറച്ചു മതി, പക്ഷെ ശരീരത്തിൽ ഇല്ലെങ്കിലോ അസുഖം വരും. മിനറൽസ് വളരെ കുറച്ചു മതി, ശരീരത്തിൽ ഇല്ലെങ്കിലോ അസുഖം വരും. മനസ്സിലായ? സംഭവം പിടികിട്ടിയാ പിള്ളേരെ? സംഭവം പിടികിട്ടിയോ? ഇതാണ് മാക്രോയും മൈക്രോയും തമ്മിലുള്ള വ്യത്യാസം. പിടികിട്ടിയല്ലോ? അപ്പോ ഇങ്ങനെ ഓർത്തു വച്ചിരിക്കുക, ഭക്ഷണത്തിലെ രാസവസ്തുക്കൾക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രാസവസ്തുക്കൾക്ക് പറയുന്ന പേരാണ് പോഷണം. പോഷണത്തെ നമ്മൾ 2 ആയിട്ട് തരംതിരിച്ചു. ഒന്ന് മാക്രോ ന്യൂട്രിയന്റ്, 2 മൈക്രോ ന്യൂട്രിയന്റ്. എന്താണ് മാക്രോ ന്യൂട്രിയന്റ്? വളരെ കൂടുതൽ ആവശ്യമുണ്ട്, ഒന്നാമത്തെ പോയിന്റ്. 2 ഊർജം ലഭിക്കുന്ന പോഷണമാണ് ഇവയൊക്കെ. 3 ദഹനത്തിന് വിധേയമാകുന്നവരാണ് ഇവരൊക്കെ. അവരുടെ എക്സാമ്പിൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ അവരാരൊക്കെ? 1 കാർബോഹൈഡ്രേറ്റ്, 2 പ്രോട്ടീന്, 3-മത്തത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് വിളിക്കാം. ഇനി എന്താണ് മൈക്രോയുടെ പോയിന്റ്? വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ളതാണ് അവൻ. എന്നാൽ അവനിൽ നിന്ന് നമുക്ക് ഊർജം ലഭിക്കില്ല. 3 ദഹനത്തിന് വിധേയമാകാത്ത പോഷണമാണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, അയ്യോ എന്താണ് ദഹനം? ദഹനവും ആഗീരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദഹനം കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് ആഗീരണം. എന്താണ് ദഹനം? വലുതിനെ വെട്ടി 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 ചെറുതാക്കുന്നതിന്റെ പേരാണ് ദഹനം. ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇറച്ചിയെ വെട്ടി അവൻ ചെറുതാക്കുന്നുവെങ്കിൽ അതാണ് ദഹനം. വീട്ടിൽ കൊണ്ടുവന്ന അമ്മ അതിനെ വെട്ടി വെട്ടി ചെറുതാക്കുന്നുവെങ്കിൽ അതാണ് ദഹനം. അപ്പൊ സങ്കീർണ ഘടനയുള്ള ഒരു ഭക്ഷണം നീ കഴിക്കുമ്പോൾ നിന്റെ ശരീരം അതിനെ വിഘടിപ്പിച്ച് ചെറുതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ദഹനം എന്ന് നമ്മൾ വിളിക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണ്, സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് വിറ്റാമിനും 2-മത്തത് മിനറൽസുമാണ്. മാക്രോയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പല്ലെങ്കിൽ ഫാറ്റ്, ഇവരാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക മക്കളെ. ഇത് സെറ്റാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു സംഭവത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ മാക്രോ ന്യൂട്രിയന്റ് ആയ കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും കൊഴുപ്പിന്റെയും ഒക്കെ ചില പ്രത്യേകതകൾ പഠിക്കാൻ പോവുകയാണ്. ആരുടെയൊക്കെ? കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും കൊഴുപ്പിന്റെയും പ്രത്യേകത പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഞാൻ അതിന്റെ
സ്ലൈഡ് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സ്ലൈഡ് ഇടാതെ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്റ്റ് ആവുള്ളൂ. ആ സ്ലൈഡ് നോക്കാതെ നമുക്ക് അതിനെ പഠിച്ചെടുക്കാം. എന്നിട്ട് ആ സ്ലൈഡ് കൂടെ നിങ്ങൾ പിന്നെ കണ്ടാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചോ. അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണ്? ഒന്ന് കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തേത് പ്രോട്ടീൻ, മൂന്നാമത്തേത് കൊഴുപ്പ്. ഓക്കെ, നമ്മൾ അതിനൊരു 4-5 സെക്ഷനായിട്ട് തിരിക്കാൻ പോവുകയാണേ. ആദ്യം നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം പഠിക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ധർമ്മം പഠിക്കാം. രണ്ടാമത് അതിലെത്ര കലോറി ഉണ്ട് എന്ന് നമുക്ക് പഠിക്കാം. എത്ര കലോറി ഉണ്ടെന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം ഇത് രണ്ടും പഠിച്ചിട്ട് അടുത്തതിലോട്ട് പോവാം. ശ്രദ്ധിച്ചോടാം. കാർബോഹൈഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, നീ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, നിനക്ക് എന്ത് കിട്ടണം? ഊർജം കിട്ടണം. നീ കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ അവിടെയും ഇത് തന്നെയാണ് നമ്മുടെ പോയിന്റ്. എന്ത് കിട്ടണം? കൊഴുപ്പ് കിട്ടണം. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ധർമ്മം ചോദിച്ചാൽ അത് ഊർജം കിട്ടണം. കൊഴുപ്പിന്റെ ധർമ്മം ചോദിച്ചാലും ഊർജം കിട്ടണം. പക്ഷെ ഇവിടെയും ചെറിയ ചില കണക്ഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരും പിന്നെ. ഓക്കെ, ഇനി പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ ഇതാണ്: ശരീര നിർമ്മാണത്തിന് സഹായിക്കുക. ശരീര നിർമ്മാണം. അപ്പൊ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ്? ശരീര നിർമ്മാണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് ചോദ്യത്തിൽ വരുന്നത്. പക്ഷേ ഒരല്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ ചില കൊണസ്റ്റ് സാധനങ്ങൾ ഇവമാര് ചോദിക്കും. നമ്മുടെ നല്ല VSC അപ്പൊ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയേണ്ട ചില സാധനമാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോണത്. സിമ്പിളായിട്ട് പഠി. കാർബോഹൈഡ്രേറ്റ് ജോലി എന്താ? ഊർജം. പ്രോട്ടീൻ്റെ ജോലി എന്താ? ശരീര നിർമ്മാണം. കൊഴുപ്പിന്റെ ജോലി എന്താ? ഊർജം. ഓക്കെ, ഇവിടെ വേറെ എഴുതിയല്ലേ, സോറി. അപ്പൊ നമ്മുടെ കൊഴുപ്പിന്റെ ജോലി എന്താണ്? ഊർജം. ഊർജം. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ തുടക്കത്തിൽ തന്നെ ഊർജത്തിന് വേണ്ടി എടുക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ ഊർജത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ശേഖരിക്കും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് പോയിന്റ് ഇതാണ്. ഫസ്റ്റ് ഊർജ സ്രോതസ് കാർബോഹൈഡ്രേറ്റ്. മിച്ചം ഉണ്ടെങ്കിൽ മാത്രം ശേഖരിക്കും. എന്നാൽ കൊഴുപ്പിന്റെ കാര്യം അങ്ങനെയല്ല. കൊഴുപ്പിനെ ആദ്യം ശേഖരിച്ചിട്ട് ആവശ്യത്തിന് ഊർജത്തിനായിട്ട് ഉപയോഗിക്കും. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായ? കാർബോഹൈഡ്രേറ്റിനെ ഫസ്റ്റ് തന്നെ ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നു, കൊഴുപ്പിനെ ശേഖരിച്ചതിന് ശേഷം ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ പ്രോട്ടീനെ ശരീര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ചില അടിയന്തര ഘട്ടത്തിൽ നിന്റെ ശരീരത്തിൽ പ്രോട്ടീനിൽ നിന്നും നമ്മൾ എന്തെടുക്കും? ഊർജം എടുക്കുമെന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. പട്ടിണി കിടക്കുമ്പോ തന്നിരിക്കുന്നതിൽ ഊർജ സ്രോതസ് ഏത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ ഉത്തരം പ്രോട്ടീൻ എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് തീർന്നു, കൊഴുപ്പ് തീർന്നു. അതൊരു അപകടഘട്ടം എത്തുമ്പോ നിന്റെ ശരീരം ഊർജത്തിനായിട്ട് ആരെ ഉപയോഗിക്കും? പ്രോട്ടീനെ ഉപയോഗിക്കും. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം. കാരണം പ്രോട്ടീനിൽ ഊർജമുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. പക്ഷെ നീ കഴിച്ചത് എന്തിനാ? നീ കഴിച്ചത് ശരീര നിർമ്മാണത്തിനാ. പക്ഷേ ചില അടിയന്തര ഘട്ടത്തിൽ നിന്റെ ശരീരം എന്തിനു വേണ്ടി ഉപയോഗിക്കും? അടിയന്തര ഘട്ടം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിന്റെയും കൊഴുപ്പിന്റെയും അളവ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ അവിടെ പ്രോട്ടീന്റെ സഹായം വേണ്ടി വരും. പട്ടിണി, അതാണ് പട്ടിണി, കഠിനമായ വ്യായാമം. രണ്ട് കാര്യങ്ങളാണ്, മറക്കരുത് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുന്നതിന് ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സാഹചര്യം ചോദിച്ചാൽ ഒന്ന് പട്ടിണി, രണ്ടാമത്തത് കഠിനമായ വ്യായാമം കിട്ടുന്ന സമയത്ത്. കഠിനമായ വ്യായാമം ചെയ്യുമ്പോഴും പട്ടിണി നടക്കുന്ന സമയത്തുമാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പോയിന്റ് സെറ്റാണല്ലോ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണടാ? ആദ്യമേ ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നു, മിച്ചമുണ്ടെങ്കിൽ ശേഖരിച്ചു വെക്കുന്നു. കൊഴുപ്പാണെങ്കിലോ ആദ്യം ശേഖരിച്ചു വെക്കുന്നു, ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രോട്ടീൻ ആണെങ്കിലോ ആദ്യം നമ്മൾ ശരീര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. തീരെ നിവർത്തികെട്ട സന്ദർഭത്തിൽ മാത്രമാണ്, ഒരു രക്ഷയില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി എങ്ങനെ മറിച്ചും തിരിച്ചും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാലും നിനക്ക് എഴുതാൻ പറ്റൂലേ?
പറ്റൂലേ? നമ്മൾ പൊതുവെ പഠിച്ചു വെക്കുന്ന പോയിന്റ് എന്താ? കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ ഊർജ്ജം തരുന്നു, കൊഴുപ്പിന്റെ ഫംഗ്ഷൻ ഊർജ്ജം തരുന്നു. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലത്തെ പോയിന്റുകൾ ചോദിച്ചാൽ എഴുതാൻ പറ്റൂല. ഇപ്പൊ സെറ്റാണോ? സെറ്റാണോ മക്കളെ? സെറ്റാണെങ്കിൽ ഒരു തമ്പിട്, കമന്റ് ബോക്സിൽ തമ്പിട്. അടുത്ത് ഇവരുടെ ഓരോരുത്തരും കലോറി പഠിക്കാൻ പോവുകയാണേ. കാർബോഹൈഡ്രേറ്റിന്റെ കലോറി ആയിട്ട് പറയപ്പെടുന്നത് 4 കലോറിയും, പ്രോട്ടീന്റെ കലോറി ആയിട്ട് പറയപ്പെടുന്നതും 4 കലോറി, കൊഴുപ്പിന്റെ കലോറി ആയിട്ട് പറയപ്പെടുന്നത് 9 കലോറി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കലോറികളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ കലോറി ഏകദേശം 4 അതുപോലെ പ്രോട്ടീന്റെ കലോറി ഏകദേശം 4 കൊഴുപ്പിന്റെ കലോറി ഏകദേശം 9 മറക്കരുത്. അപ്പൊ നിന്റെ പരീക്ഷയിലെ ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്ന പോഷണം ഏത് എന്ന് ചോദിച്ചാൽ അത് കൊഴുപ്പാണ്. ശേഖരിച്ചു വെച്ചതിന് ശേഷം ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്ന രൂപം ഏത്? അത് കൊഴുപ്പാണ്. ഓക്കെ ആണല്ലോ. ഇനി നിവർത്തികെട്ട സന്ദർഭം അല്ലെങ്കിൽ കഠിനമായ വ്യായാമം ചെയ്യുമ്പോഴോ പട്ടിണി കിടക്കുമ്പോഴോ ഊർജത്തിനായിട്ട് താഴെ പറയുന്നവർ ആരെ ആശ്രയിക്കുമെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീനെയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കൂടി നീ അവിടെ പ്രതീക്ഷിക്കണം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: തന്നിരിക്കുന്നതിൽ ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്ന പോഷണങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. എന്താണ്? ക്രമപ്പെടുത്തുക എന്ന് പറയും. തന്നിരിക്കുന്നതിൽ ഊർജത്തിനായി ഉപയോഗിക്കുന്ന പോഷണങ്ങളെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്റെ ശരീരം ആദ്യം ആരെ ഉപയോഗിക്കുന്നു, രണ്ടാമത് ആരെ ഉപയോഗിക്കുന്നു, മൂന്നാമത് ആരെ ഉപയോഗിക്കുന്നു എന്നതാണ്. നമ്മളെപ്പോഴും ഈ ഒരു കണക്ക് പഠിച്ചു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെ മനസ്സിലെ എപ്പോഴും നമ്മൾ ആദ്യം കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത് പ്രോട്ടീൻ, മൂന്നാമത് കൊഴുപ്പെന്ന രീതിയിലാണ് പഠിച്ചു വയ്ക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തി എഴുതാൻ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം എന്താണെന്നറിയോ? 1 കാർബോഹൈഡ്രേറ്റ്, 2 പ്രോട്ടീന്, മൂന്നാമത്തത് കൊഴുപ്പ്. എന്നിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്, ആൻസർ എഴുതി വെച്ചിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് മുഖത്ത്. ഒരെണ്ണം എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള. എന്നാൽ അതല്ല അവിടുത്തെ ഉത്തരം. ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ് എങ്കിൽ രണ്ടാമത്തത് കൊഴുപ്പാണ്. മൂന്നാമത് നിവർത്തി കെടുമ്പം മാത്രമേ നമ്മൾ ആരെ ഉപയോഗിക്കുന്നുള്ളൂ? പ്രോട്ടീനെ ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്ന പോഷണങ്ങളെ ക്വസ്റ്റ്യൻ എഴുത്. ഊർജത്തിനായി ഉപയോഗിക്കുന്ന പോഷണങ്ങളെ ക്രമപ്പെടുത്തുക. 1 കാർബോഹൈഡ്രേറ്റ്, 2 കൊഴുപ്പ്, മൂന്നാമത് മാത്രമാണ് പ്രോട്ടീൻ. നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് നമ്മളെ പ്രോട്ടീനെ ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നീ പ്രോട്ടീനെ കഴിച്ചത് ഊർജത്തിന് വേണ്ടിയിട്ടല്ല, നിന്റെ ശരീരത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നീ പ്രോട്ടീനെ കഴിച്ചത്. പക്ഷേ നിവർത്തികെട്ട സന്ദർഭത്തിൽ നമുക്ക് ഊർജത്തിനായിട്ട് ആരെ ഉപയോഗിക്കേണ്ടി വരുന്നു? പ്രോട്ടീനെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോയിന്റ് കിട്ടിയല്ലോ? എഴുതി വെച്ചോ. ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്ന പോഷണങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. 1 കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തത് കൊഴുപ്പ്, മൂന്നാമത്തത് പ്രോട്ടീൻ എന്ന ആ ഒരു ലേബൽ വേണം നമ്മളവിടെ കൃത്യമായിട്ട് കൊടുക്കാൻ. കിട്ടിയോ? കാർബോഹൈഡ്രേറ്റിന്റെ ഊർജം എത്ര? 4 കലോറി, കൊഴുപ്പിന് 9 കലോറി, പ്രോട്ടീന് 4 കലോറി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോടാ പിള്ളേരെ? അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇവരുടെ മൂലകങ്ങളാണ്. അതായത് സാധാരണ കാർബോഹൈഡ്രേറ്റിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ. നമുക്ക് മൂലകങ്ങൾ പഠിക്കാം. കാർബോഹൈഡ്രേറ്റിന്റെ ബേസിക് ആയ മൂലകങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഏത് കാർബോഹൈഡ്രേറ്റ് എടുത്താലും ഇവരും 3 പേര് ഉറപ്പായിട്ടും കാണും. ആ 3 പേരുടെ പേരാണ് ചോ. കാർബോഹൈഡ്രേറ്റിന്റെ മൂലകം ഏത്? കാർബോഹൈഡ്രേറ്റിന്റെ മൂലകമാണ് ചോ. അങ്ങനെയെങ്കിൽ കൊഴുപ്പിന്റെ മൂലകം ഏത്? കൊഴുപ്പിന്റെയും മൂലകം എന്ന് പറയുന്നത് ചോയാണ്. ആരാണ് ഈ ചോ എന്ന് പറയുന്നവൻ? ചോ മീൻസ് C for കാർബൺ, H for ഹൈഡ്രജൻ, O for ഓക്സിജൻ. അപ്പൊ ചോ എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു കാർബോഹൈഡ്രേറ്റിന്റെ മൂലകം എന്ന് പറയുന്നത്. എന്നാൽ ചില കാർബോഹൈഡ്രേറ്റിൽ ഇവര് 3 പേരും അല്ലാതെ ചില സാധനം കൂടി എക്സ്ട്രാ കാണുമെന്നത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. പക്ഷെ എല്ലാത്തിലും ഉറപ്പായിട്ടും ഇവര് 3 പേരും കാണുമെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ മൂലകം ചോ, കൊഴുപ്പിന്റെ മൂലകവും ചോ. എന്നാൽ പ്രോട്ടീന്റെ മൂലകം ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം: ചോൻ. ചോൻ എൻ കൂടിയുണ്ട്, N for നൈട്രജൻ എന്ന് നമുക്കറിയാം. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ മൂലകം ചോ, കൊഴുപ്പിന്റെ മൂലകവും ചോ, പ്രോട്ടീന്റെ മൂലകം ചോൺ. ചിലതിൽ സൾഫർ, എസ് കൂടി ചേർത്തോ, ചിലതിൽ സൾഫർ കൂടി കാണും. അപ്പോ പ്രോട്ടീനിലെ മൂലകം ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് 4 പേരും മസ്റ്റായിട്ടും എല്ലായിടത്തും കാണും. എന്നാൽ ചിലതിൽ ആരും കൂടി ഉണ്ട്? സൾഫർ കൂടി ഉണ്ട് എന്നത് മറക്കരുത്.
ക്ലിയർ ആണോ? അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ ഊർജം നൽകുക, പ്രോട്ടീന്റെ ഫംഗ്ഷൻ ശരീര നിർമ്മാണം, കൊഴുപ്പിന്റെ ഫംഗ്ഷൻ ശേഖരിച്ചതിന് ശേഷം ഊർജത്തിനായിട്ട് ഉപയോഗിക്കുക. പട്ടിണി കിടക്കുമ്പോഴുള്ള ഊർജ രൂപം പ്രോട്ടീനാണ്. പ്രോട്ടീന്റെ ഊർജത്തിന് ഉപയോഗിക്കുന്ന പിന്നെ ഇവരെ ക്രമപ്പെടുത്തി എഴുതാൻ പറഞ്ഞ ആദ്യം കാർബോഹൈഡ്രേറ്റിന് എടുക്കുന്നു, രണ്ടാമത് കൊഴുപ്പിന് എടുക്കുന്നു, മൂന്നാമത് പ്രോട്ടീൻ എടുക്കുന്നു. ക്ലിയർ ആണോ? ഇനി ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് കൊഴുപ്പിനാണ്. കാർബോഹൈഡ്രേറ്റിന് 4, പ്രോട്ടീന് 4, കൊഴുപ്പിന് 9. കാർബോഹൈഡ്രേറ്റിന്റെ മൂലകമേത്? ചോ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കൊഴുപ്പിന്റെ മൂലകമേത്? ചോ. പ്രോട്ടീന്റെ മൂലകമേത്? ചോൺ. ചിലതിനകത്ത് എസ് അല്ലെങ്കിൽ സൾഫർ ഉണ്ട്. N4 നൈട്രജൻ എന്നും മറക്കരുത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ മൂലകവും പ്രോട്ടീന്റെ മൂലകവും ഒക്കെ പിടികിട്ടിയല്ലോടാ. ഇനി ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോണ എന്താണെന്നറിയോടാ? ഇതിന്റെ കൊഴുപ്പിന്റെ മൂലകം ഏതാ? ചോ. ചോ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഒന്ന് കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, മൂന്നാമത്തത് ഓക്സിജൻ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ എന്താ? അടുത്ത് പഠിക്കാൻ പോണത് ഇവരുടെ ലഘുരൂപം അല്ലെങ്കിൽ ദഹനരൂപം. അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് നീ കഴിക്കുമ്പോൾ അതിനെ നിന്റെ ശരീരം വെട്ടി 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 ചെറുതാക്കൂ എന്ന് പറഞ്ഞില്ലേ? ചെറുതാക്കുന്ന ഏറ്റവും ചെറിയ പീസിന്റെ പേരെന്ത്? പ്രോട്ടീന്റെ ചെറിയ പീസിന്റെ പേരെന്ത്? കൊഴുപ്പിന്റെ ചെറിയ പീസുകളുടെ പേരെന്തെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. കാർബോഹൈഡ്രേറ്റിന് അവിടെ നിൽക്കട്ടെ. അടുത്ത് രണ്ടാമത് ഞാൻ പ്രോട്ടീനെ പഠിപ്പിക്കുന്നു. പ്രോട്ടീന്റെ ലഘുരൂപം അല്ലെങ്കിൽ ദഹനരൂപം ഏതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം അമിനോ ആസിഡ് എന്നാണ്. പ്രോട്ടീന്റെ ലഘുരൂപം ഏതാണ്? അമിനോ ആസിഡ്. അതായത് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു മതിലാണെങ്കിൽ ആ മതിൽ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് കുറെ കട്ടകൾ ഇങ്ങനെ തെറിച്ചു വീഴൂലേടാ, ആ കട്ടകളുടെ പേരാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ആ കട്ടകളെ എടുത്ത് വീണ്ടും നമ്മൾ കെട്ടിപ്പൊക്കിയാൽ അതൊരു പ്രോട്ടീൻ ആക്കി മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ പ്രോട്ടീന്റെ ലഘുരൂപം എന്ന് പറയുന്നത് ആരാണ്? അമിനോ ആസിഡ് ആണ്. ഒരു പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കൊഴുപ്പിന്റെ ലഘുരൂപം എന്ത്? കൊഴുപ്പിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഫാറ്റ്. ഫാറ്റ് പ്ലസ് ആസിഡ്, ഫാറ്റി ആസിഡ്. അപ്പം കൊഴുപ്പിന്റെ ലഘുരൂപം എന്താണ്? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ എന്ന് വിളിക്കാം. കൊഴുപ്പിന്റെ ലഘുരൂപം എന്താണ്? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ എന്ന് വിളിക്കുന്നു. അപ്പൊ കൊഴുപ്പിന്റെ ലഘുരൂപം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ എന്നാണ്. അപ്പോ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. പ്രോട്ടീന്റെ ലഘുരൂപം എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. കൊഴുപ്പിന്റെ ലഘുരൂപം എന്ന് പറയുന്നത് ഫാറ്റ് പ്ലസ് ആസിഡ്, ഫാറ്റി ആസിഡ്. കരയാനായി സിനിമാ നടനും നടിയുമൊക്കെ കണ്ണിലൊഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഗ്ലിസറിൻ. ഗ്ലിസറിൻ, ഇവന്റെ പേര് ഗ്ലിസറോൾ. ഗ്ലിസറോൾ. അപ്പൊ കൊഴുപ്പിന്റെ ലഘുരൂപം എന്താണ്? ഗ്ലിസറോൾ. കാർബോഹൈഡ്രേറ്റ് ലഘുരൂപം ഇതുവരെ പഠിച്ചില്ലല്ലോ. അടുത്ത് നമുക്ക് കാർബോൺ ലഘുരൂപം പഠിക്കണ്ടേ? എടാ, കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് പറ, കമന്റ് ചെയ്. കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്, ഗ്ലൂക്കോസ്. ഉത്തരം തെറ്റല്ല. പക്ഷേ വേറെയും ചില സാധനം കൂടി നമ്മൾ അവിടെ പഠിക്കണം. ഗ്ലൂക്കോസ് ആ പറയുന്ന വിഭാഗത്തിലെ ഒന്ന് മാത്രമാണ്. കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപം എന്തെന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ വേറൊരു സാധനം പഠിക്കണം. ആ സാധനം പഠിക്കാമോ? അതിനു മുമ്പേ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഈ ചാർട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കടാ, ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്താ? അത് ഊർജം കൊടുക്കുക. പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്താ? ശരീരകലയുടെ നിർമ്മാണം. കൊഴുപ്പിന്റെ ഫംഗ്ഷൻ എന്താ? ഊർജത്തിന്റെ ഉൽപാദനം. പക്ഷെ അവിടെ ശേഖരിച്ചതിന് ശേഷമാണെന്നത് നീ പഠിച്ചിട്ടുണ്ട്. ധാന്യകത്തിന്റെ കലോറി എന്ന് പറയുന്നത് 4 അതിന്റെ മൂലകം എന്ന് പറയുന്നത് ചോയാണ്. പ്രോട്ടീന്റെ മൂലകം എന്ന് പറയുന്നത് ചോൻ എസ് ആണ്. കൊഴുപ്പിന്റെ മൂലകം എന്ന് പറയുന്നത് ചോയാണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രോട്ടീന്റെ ലഘുരൂപം അമിനോ ആസിഡ് ആണ് എങ്കിൽ കൊഴുപ്പിന്റെ ലഘുരൂപം ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ സാധനം എന്താണെന്ന് അറിയോടാ? അടുത്ത പ്രോഡക്റ്റ് ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. ആ കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപം ഏത് എന്ന് ചോദിച്ചാൽ നമ്മളിതാ വേറൊരു സംഭവം പഠിക്കുമ്പോഴേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. നോക്കണം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോ പിള്ളേരെ. നിങ്ങള് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതിന്റെ മലയാളമാണ് ധാന്യകം എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ വേറൊരു പേരുണ്ട്, സാക്കറൈഡ്. എന്ത് വിളിക്കുന്നു? സാക്കറൈഡ്. സാക്കറൈഡ്. അപ്പൊ സാക്കറൈഡുകൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ പറയുന്നത്. സാക്കറൈഡുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു 3 വിഭാഗത്തെ ഞാൻ പറഞ്ഞു തരാം. സാക്കറൈഡുകളിൽ ഒരു ഗ്ലൂക്കോസ് തന്മാത്ര ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ സാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. സാക്കറൈഡുകളിൽ ഒരു തന്മാത്ര ചേർന്നുണ്ടായ പ്രോഡക്റ്റിന്റെ പേരെന്താണ്? മോണോസാക്കറൈഡ്. അങ്ങനെയെങ്കിൽ രണ്ടാമത് 2 ഗ്ലൂക്കോസ് തന്മാത്ര ചേർന്നുണ്ടായത് ഒരെണ്ണമുണ്ട്, അവന്റെ പേര് ഡൈസാക്കറൈഡ്. അപ്പൊ മൂന്നാമത് ഒരെണ്ണമുണ്ട്, പോളി
സാക്കറൈഡ്. അതായത് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് തന്മാത്ര ആണെങ്കിൽ, ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത് 2 ഗ്ലൂക്കോസ് തന്മാത്ര ആണെങ്കിൽ, പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് 10 അതിലധികമോ മോണോസാക്കറൈഡ് ചേർന്നുണ്ടായത്. 10 അതിലധികമോ മോണോസാക്കറൈഡുകൾ ചേർന്നുണ്ടായ പ്രോഡക്റ്റിന്റെ പേരാണ് പോളിസാക്കറൈഡ്. അപ്പൊ പോളി എന്ന് പറഞ്ഞാൽ 10+ ആണ്, ഡൈ എന്ന് പറയുമ്പോൾ 2 ആണ്, മോണോ എന്ന് പറയുമ്പോൾ 1 ആണ്, പോളി എന്ന് പറയുമ്പോൾ 10+ ആണെന്ന് മറക്കരുത്. എന്താണ് മോണോസാക്കറൈഡിന്റെ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയുന്നു, GFG. മോണോയുടെ എക്സാമ്പിൾ എന്താണ്? GFG. GFG എന്താണ്? മോണോസാക്കറിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ GFG. G ഫോർ ഗ്ലൂക്കോസ്, F ഫോർ ഫ്രക്ടോസ്, അടുത്ത G ഫോർ ഗാലക്ടോസ്. ഈ കോഡ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ മക്കളെ. GFGയുടെ ഫുൾ ഫോം എന്താണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവ ചേർന്നതാണ് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത്. ആ മോണോസാക്കറൈഡിലെ ഈ 3 പേരുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് C6H12O6 എന്ന് പറയുന്നതാണ്. അതായത് C6H12O6 എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസെപ്റ്റിൽ ഗ്ലൂക്കോസ് എന്നൊരാളെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. ആ ഗ്ലൂക്കോസ് പോലെ തന്നെ ഗ്ലൂക്കോസിന്റെയും അതുപോലെ ഫ്രക്ടോസിന്റെയും അതുപോലെ ഗാലക്ടോസിന്റെയും ഇക്വേഷൻ എന്താണ്? C6H12O6. ഇങ്ങനത്തെ 10 അതിലധികമോ മോണോസാക്കറൈഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ ഗാലക്ടോസ്, അല്ലെങ്കിൽ ഫ്രക്ടോസ് പോലുള്ള സാധനങ്ങളുടെ 10 അതിലധികമോ ചേർന്നുണ്ടായ പ്രോഡക്റ്റിന്റെ പേരാണ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. മോണോസാക്കറൈഡിന്റെ കൂടെ ഉള്ള ഡൈ. ഡൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർക്ക്, 2 മോണോ ചേർന്നതാണ്. അതായത് ഒരു 2 ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസും ഫ്രക്ടോസോ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസും ഗാലക്ടോസും ഒക്കെ ചേർന്നുണ്ടായ പ്രോഡക്റ്റിന്റെ പേരാണ് ഡൈ. അപ്പൊ 2 മോണോ ചേർന്നത് ഡൈ, 10ലധികം മോണോ ചേർന്നത് പോളി, ഒരു ഗ്ലൂക്കോസ് തന്മാത്ര ചേർന്നത് മോണോ. ക്ലിയർ ആണോ? ഈ രഹസ്യം ആരും പറയണ്ട. അടുത്ത ഡൈയുടെ എക്സാമ്പിൾ നോക്ക്. LMS എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ മിഷനറി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. LMS എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ മിഷനറി. LMS ഇവിടെ തിരുവനന്തപുരത്ത് ഒരു LMS ജംഗ്ഷൻ വരെ ഉണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, LMS പള്ളി. LMS എന്ന് പറഞ്ഞാൽ എന്താ? L ഫോർ ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്. അപ്പൊ LMS ആരൊക്കെ? ലാക്ടോസ് ഉണ്ട്, മാൾട്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. അപ്പൊ മോണോസാക്കറൈഡ് എന്ന് പറയുന്നത് GFG ആണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഡൈസാക്കറൈഡ് എന്നാൽ എന്താണ്? ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്. ഇനി അടുത്തത് പോളി. പോളി എന്ന് പറഞ്ഞാൽ എന്ത്? പോളി എന്ന് പറയുമ്പോൾ 10 അതിലധികമോ ഗ്ലൂക്കോസ് തന്മാത്ര എന്നല്ല, 10 അതിലധികമോ മോണോസാക്കറൈഡുകൾ ചേർന്നതാണ്. പോളിയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം, ഇപ്പൊ നമുക്ക് ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ്, അല്ലെ? ഗ്യാസ് കിട്ടാനില്ല. അമേരിക്കയിലെ അവിടെയും ഇറാനിലും നടക്കുന്ന യുദ്ധം കാരണം എല്ലാ സ്ഥലത്തും യുദ്ധം നടക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം. പക്ഷെ നമ്മളെ വീട്ടിനകത്ത് അടുപ്പ് പുകയണമെങ്കിൽ അവിടെ നിന്ന് വരണം സാധനം. അപ്പൊ ഗ്യാസ്, ആ ഗ്യാസ് ആലോചിക്ക്. ഗ്യാസ് G ഫോർ ഗ്ലൈക്കോജൻ, A ഫോർ അന്നജം, C ഫോർ സെല്ലുലോസ്. അപ്പൊ പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾ എന്തൊക്കെ? 1 ഗ്ലൈക്കോജൻ, 2 അന്നജം, 3 സെല്ലുലോസ്. അപ്പോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ 1 ഗ്ലൈക്കോജൻ, രണ്ടാമത്തത് അന്നജം, മൂന്നാമത്തത് സെല്ലുലോസ്. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് പോളിസാക്കറൈഡ്. ഇനി സെല്ലുലോസ് എന്നല്ല, നിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ സിയെ കണക്ട് ചെയ്യുന്ന, ആ പോളിസാക്കറൈഡിനെ കണക്ട് ചെയ്യുന്ന 2 പേരെ കൂടെ നിന്റെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. ഒരാളുടെ പേര് ഇങ്ങനെ പഠിക്കാം, ഹെമി സെല്ലുലോസ്. ഒന്നാരാണ്? ഹെമി സെല്ലുലോസ്. പിന്നെ ഒരുത്തനുണ്ട് കാലോസ്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതുവരെയും 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലോ 10ന് തത്തുല്യമായ ഒരു പരീക്ഷയ്ക്കോ ഇങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിനകത്തും ഇല്ല. പക്ഷെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, 10ാം ക്ലാസ്സിന്റെ മാറിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ കാലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. കാലോസ് ഒരു പോളിസാക്കറൈഡ് ആണ്, അല്ലെങ്കിൽ കാലോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഏത് ചോദ്യവും വരാം. പുതിയ പേരാ, പഠിച്ചു വെച്ചോ. അപ്പൊ C ഫോർ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, കാലോസ്. മറക്കരുത്, C ഫോർ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, കാലോസ്. ഇങ്ങനെ 3 പേർ. ഇത്രയും ഓർക്കണേ. ഒന്നുകൂടെ പറയാണേ. സാക്കറൈഡുകളെ നമ്മൾ 3ആയി തരംതിരിച്ചു. 1, എന്റെ കൂടെ പഠിച്ചു ഉറങ്ങത്തുങ്ങി പിള്ളേർ 5 മണിക്ക് കഴിഞ്ഞിട്ട് ഉറങ്ങണേ തൂക്കി പറക്കി ഇടിക്കുന്ന എല്ലാത്തിനെയും.
ഒന്ന് മോണോസാക്കറൈഡ്, GFG, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. മൂന്നിന്റെ ഇക്വേഷൻ C6H12O6. രണ്ടാമത്തത് ഡൈസാക്കറൈഡ്, 2 മോണോ ചേർന്നതാണ് ഡൈ. എക്സാമ്പിൾ LMS എന്ന ക്രിസ്ത്യൻ പള്ളി ആലോചിക്കേ. ലാക്ടോസ്, മാൾട്ടോസ്, സുക്രോസ്. അടുത്തത് പോളിസാക്കറൈഡ്, 10 അതിലധികമോ ഗ്ലൂക്കോസ് മോണോസാക്കറൈഡ് ചേർന്നതാണ് പോളിസാക്കറൈഡ്. ഗ്യാസ് ആണ് അതിന്റെ എക്സാമ്പിൾ. G4 ഗ്ലൈക്കോജൻ, A4 അന്നജം, C4 സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, കാലോസ്. സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, കാലോസ്. പിടികിട്ടിയ? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാലോസിനെ കുറിച്ച് പറഞ്ഞെന്ന്. കാലോസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞത് എന്താണ് എന്നും കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. കാലോസിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് നമുക്കൊരു ചെടിയുണ്ട്, അതിനകത്തൊരു സസ്യകോശം, സസ്യകോശത്തിനകത്ത് സെല്ലുലോസ് ഉണ്ട്. സസ്യകോശത്തെ പൊതിഞ്ഞിരിക്കുന്നത് സെല്ലുലോസ് ഉണ്ട് സസ്യകോശത്തിൽ. ആ കോശഭിത്തി ഉണ്ടല്ലോ, സസ്യത്തിലെ കോശഭിത്തി, ആ കോശഭിത്തി സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് പോയിന്റ്. സസ്യത്തിനൊരു കോശഭിത്തിയുണ്ട്, ആ കോശഭിത്തിയെ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഈ സെല്ലുലോസിനെ തുളച്ചുകൊണ്ട് ഒരു രോഗാണു അകത്ത് കടന്നു എന്ന് വെച്ചോ. സെല്ലുലോസിനെ തുളച്ചുകൊണ്ട് രോഗാണു അകത്ത് കടന്നാൽ ഉറപ്പായിട്ടും ആ പറയുന്ന അല്ലെങ്കിൽ കോശഭിത്തിയെ, സെല്ലുലോസ് അല്ല കോശഭിത്തിയെ തുളച്ചുകൊണ്ട് രോഗാണു അകത്ത് കടന്നാൽ അതിനർത്ഥം അവിടെ ഒരു ഹോൾ ഉണ്ടായി എന്നല്ലേ? അല്ലേ? ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ് മുറിക്കകത്ത് ഒരു എലി തുരന്നകത്ത് കയറി എന്ന് വെച്ചോ. നമുക്ക് 2 കാര്യം ചെയ്യണം. ഒന്ന്, ആ എലിയെ തല്ലി കൊല്ലണം. 2, ആ എലി തുരന്ന് വന്ന ഹോളിനെ അടയ്ക്കണം. ഇല്ലെങ്കിൽ നാളെ ഇഷ്ടംമാതിരി ഒരു വരി വെച്ച് വരും. ഇതൊരു ശീലമായി പോകും അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എലിയെ കൊല്ലുന്നതോടൊപ്പം ആ ഹോളിനെ അടയ്ക്കണ്ടേ? അതുപോലെയാണ് ഇവിടെയും. നിന്റെ കോശഭിത്തി ഉണ്ടല്ലോ, ആ കോശഭിത്തിയെ ഹോൾ ഇട്ടുകൊണ്ട് രോഗാണു അകത്ത് കടക്കുമ്പോ രോഗാണുവിനെ അവിടെ കൊല്ലുമല്ലോ. അപ്പൊ ഇപ്പുറത്തെ ആ കോശഭിത്തി അടയ്ക്കണ്ടേ? ആ കോശഭിത്തി അടക്കാൻ സഹായിക്കുന്ന പോളിസാക്കറൈഡിന്റെ പേരാണ് കാലോസ്. അപ്പോ കോശഭിത്തിയിൽ രോഗാണു ഒരു ഹോൾ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ദ്വാരമുണ്ടാക്കിയാൽ ആ ദ്വാരത്തെ കൈയുടനെ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന പോളിസാക്കറൈഡിന്റെ പേരെന്ത്? അതാണ് കാലോസ് എന്ന് പറയുന്നത്. ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം. സാക്കറൈഡിനെ 3ആയി തിരിച്ചില്ലേ? അതിൽ ഒന്നാമത്തെ മോണോസാക്കറൈഡാണ് കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപം എന്ന് പറയുന്നത്. നോക്കടാ, കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപം മോണോസാക്കറൈഡ്, പ്രോട്ടീന്റെ ലഘുരൂപം അമിനോ ആസിഡ്, കൊഴുപ്പിന്റെ ലഘുരൂപം ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണെന്ന് മറക്കണ്ട. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ലഘുരൂപമായ മോണോസാക്കറൈഡ് ഉണ്ട്, പ്രോട്ടീന്റെ ലഘുരൂപമായ അമിനോ ആസിഡ് ഉണ്ട്, കൊഴുപ്പിന്റെ ലഘുരൂപമായ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പഠിക്കുക. കാർബോഹൈഡ്രേറ്റ് ലഘുരൂപം ഗ്ലൂക്കോസ് ആണെന്ന് പഠിക്കരുത്. കാർബോഹൈഡ്രേറ്റ് ലഘുരൂപം മോണോസാക്കറൈഡ്. ആ മോണോസാക്കറൈഡ് ആരൊക്കെ? അത് ഗ്ലൂക്കോസ് വരാം, അത് ഫ്രക്ടോസ് വരാം, അത് ഗാലക്ടോസ് വരാം. ഗ്ലൂക്കോസ് വരാം, ഫ്രക്ടോസ് വരാം, ഗാലക്ടോസ് വരാം. ഗാലക്ടോസ് നിന്റെ ശരീരത്തിലെത്തുന്ന പ്രധാന ഒരു ഉപാധി എന്ന് പറയുന്നത് പാലാണ്. പാലിനകത്തുള്ള ലാക്ടോസിനെ പിരിച്ചാൽ അതൊരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസുമാണെന്ന് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് വേറൊരു സെക്ഷനിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നോക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ മനസ്സിലായല്ലോ. ഇതൊരു ബേസിക് ആണ്. ദഹന വ്യവസ്ഥയൊക്കെ പഠിക്കുമ്പോൾ നിനക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. വളരെ ബേസിക് ആയ കാര്യമാണ്. ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിന്റ് കണക്ട് ആവാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.